ജെഎസ്കെ സിനിമയുടെ പുതിയ പതിപ്പ് ഇന്ന് സെൻസർ ബോർഡിന് മുന്നിൽ എത്തും. കോടതി വിസ്താര സമയത്തെ ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്തിട്ടാണ് പുതിയ പതിപ്പ്. ടൈറ്റിൽ മാറ്റി ജാനകി വി എന്നാക്കിയതും സെൻസർ ബോർഡിന് മുന്നിലെത്തും. സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകിയാൽ ചിത്രം ഉടൻ തിയേറ്ററുകളിലെത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിഷ ദിലീപുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിഷ, എങ്ങനെയാണ് വിശദാംശങ്ങൾ? രാഖി, ഇന്നലെ രാവിലെ 10:30 ഈ സിനിമയുടെ റീ എഡിറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ ലാൽ മീഡിയയിലായിരുന്നു റീ എഡിറ്റിംഗ്. രാത്രിയോട് തന്നെ റീ എഡിറ്റിംഗ് ഒക്കെ പൂർത്തിയാക്കി ഇന്ന് ഈ സിനിമ സെൻസർ ബോർഡിന് മുന്നിലെത്തും. ടൈറ്റിൽ മാറ്റിയതുൾപ്പെടെ സെൻസർ ബോർഡ് നിർദ്ദേശിച്ച മാറ്റങ്ങളൊക്കെ പ്രായോഗികമാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് സെൻസർ ബോർഡിന് മുന്നിൽ ഈ ചിത്രം എത്തുക. അടുത്ത ബുധനാഴ്ച കോടതി ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ആ സമയത്ത് ഏതൊക്കെ രീതിയിൽ മാറ്റം വരുത്തി ഈ കോടതി പറഞ്ഞതിന് ശേഷം നടന്ന ഈ ഒരാഴ്ചത്തെ കാര്യങ്ങൾ, റീ എഡിറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നിർമ്മാതാക്കൾ കോടതിയിൽ അറിയിക്കും. അതിനുശേഷം ഇന്നിപ്പോൾ സെൻസർ ബോർഡിന് മുന്നിൽ ചിത്രം എത്തി ഇതിന് പ്രദർശനാനുമതി കിട്ടിക്കഴിഞ്ഞ ശേഷം അക്കാര്യം കോടതിയിൽ അറിയിക്കുന്നുണ്ട്. അടുത്ത ബുധനാഴ്ച ഈ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ പ്രദർശനാനുമതി കിട്ടിയോ എന്നുള്ള കാര്യമായിരിക്കും പ്രധാനമായും ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ കോടതിയെ അറിയിക്കുക. അതിനുശേഷം പിന്നീടുള്ളത് റിലീസിംഗ് തീയതി പ്രഖ്യാപിക്കലാണ്. മിക്കവാറും തൊട്ടടുത്ത ദിവസം തന്നെ ഈ സിനിമ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ കോടതി നിർദ്ദേശിച്ച മാറ്റങ്ങളോടുകൂടി തന്നെ പ്രേക്ഷകർക്ക് മുന്നിലെത്തും. റിലീസിംഗ് തീയതി അടക്കമുള്ള കാര്യത്തിലാണ് ഇനി ഒരു തീരുമാനം വരേണ്ടത്. എന്തായാലും ബുധനാഴ്ച ഹൈക്കോടതി ഹർജി പരിഗണിച്ച ശേഷമായിരിക്കും സിനിമ എന്ന് റിലീസ് ചെയ്യും എന്നുള്ള കാര്യത്തിലടക്കം നിർമ്മാതാക്കൾ തീരുമാനമെടുക്കുക. നമുക്കറിയാം, വലിയ സംഭവ വികാസങ്ങൾക്കൊക്കെ വഴിവെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സിനിമയുടെ റിലീസിംഗ് തീയതി കഴിഞ്ഞ ജൂൺ 27 തീരുമാനിച്ചിരുന്നതാണ്. അന്ന് പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ബുധനാഴ്ച ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്നതോടുകൂടി തന്നെയായിരിക്കും സിനിമ എന്ന് റിലീസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ നിർമ്മാതാക്കൾ തീരുമാനമെടുക്കുന്നത്. രാഖി, നിഷ, ജെഎസ്കെ സിനിമയുടെ പുതിയ പതിപ്പ് ഇന്ന് സെൻസർ ബോർഡിന് മുൻപിൽ എത്തുന്നുണ്ട്.